കൊടുത്ത ഇല്ല ഇല്ല അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അറിയായിരിക്കും. ടേം പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ചോദ്യപേപ്പറിലെ ചില ഭാഗങ്ങൾ യൂട്യൂബ് ചാനൽ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. പ്രസ്തുത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് 3:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അരമണിക്കൂർ നേരം ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു. വളരെ കർശനമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ അന്വേഷണ കമ്മീഷനായിട്ട് രൂപീകരിച്ചു. ഒരു മാസത്തിനകം അവർ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കും. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി മീനാംബിക, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ കൂടിയാണ് ഷിബു, പരീക്ഷാഭവൻ ജോയിന്റ് കമ്മീഷണർ ഗിരീഷ് ചോലയിൽ, ഹയർ സെക്കൻഡറി അക്കാദമി വിഭാഗം ജോയിന്റ് ഡയറക്ടർ ഷാജിദ, ഡെപ്യൂട്ടി ഡയറക്ടർ QIP ധന്യ എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതി അംഗങ്ങൾ ആഭ്യന്തര അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ചോദ്യപേപ്പർ വിതരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 2024 ഒക്ടോബർ മാസത്തിൽ ഒരു യോഗം നടത്തിയിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട യോഗമാണ്. ആ യോഗത്തിൽ 8ാം ക്ലാസ്സിലെ മിനിമം സബ്ജക്റ്റ് മാർക്ക് കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള SART തയ്യാറാക്കിയ രേഖ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയ യോഗമാണ്. ആ യോഗത്തിൽ തന്നെ ആ രേഖയിൽ തന്നെ പരീക്ഷ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം ചില പുതിയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപക സംഘടനകളുമായിട്ട് ഒരു റൗണ്ട് ചർച്ച നടത്തി. അതിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത് വളരെ ഗൗരവമായിട്ടാണ് തന്നെയാണ് കാണുന്നത്.
പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DGP നേരിട്ട് എന്ന് കാണുകയുണ്ടായി. ഞാൻ ടെലഫോണിലൂടെ സംസാരിക്കുകയുണ്ടായി. ഇത് ഈ ടേം പരീക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, മുൻപ് ഇതിൻ്റെ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരുന്ന സ്കൂളുകളിലാണ്. കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസും പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനവും ഒക്കെ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ടേം പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. അത് മെല്ലെ അതിൻ്റെ ചോദ്യപേപ്പർ നിർമ്മാണം സ്കൂളിൽ നിന്ന് എടുത്തു മാറ്റി അധ്യാപക സംഘടനകളുടെ ഒരു യൂണിറ്റ്, ജില്ലാ തലത്തിലുള്ള ഒരു യൂണിറ്റ് ഉണ്ടാക്കി അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി കൊടുത്തു തുടങ്ങി. അന്ന് ഈ അധ്യാപക സംഘടനകൾ തയ്യാറാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഒരു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2016 ശേഷം ചോദ്യപേപ്പർ പ്രിന്റിംഗ് കേന്ദ്രീകരിച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ ഇത് SSLCക്ക് പരീക്ഷ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ആ രീതി തന്നെയാണ് പിന്തുടർന്ന് വരുന്നത്. അത് കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടിയാണ് SSLCയുടെ പരീക്ഷയുടെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി നടക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഇത് 2016 അല്ല 2012 മുതലാണ് കേന്ദ്രീകരിച്ചുള്ള പരീക്ഷ ചോദ്യപേപ്പർ വരുന്നത്. ഇവിടെ 1 മുതൽ 7 വരെ ഉള്ള ക്ലാസ്സുകളിലേക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് SSK ആണ്. SSK ക്യാമ്പ് നടത്തിയാണ്, ഒരു വർക്ക്ഷോപ്പ് നടത്തിയാണ് തയ്യാറാക്കുന്നത്. അതിന് പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരെ വിളിച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. അതിൽ 2 സെറ്റ് ചോദ്യപേപ്പർ തയ്യാറാക്കും. അതിൽ നിന്നാണ് ഒരു സെറ്റ് ചോദ്യപേപ്പർ എടുത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. 8, 9, 10 ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് SCERT ആണ്. SCERT ഞാൻ ഈ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ് പിന്തുടർന്ന് വരുന്നത്. SLCയുടെ ചോദ്യപേപ്പർ പ്രിന്റ് ചെയ്യുന്ന സ്ഥലം എവിടെയെന്ന് ആർക്കും അറിയില്ല. പരീക്ഷാ സെക്രട്ടറിക്ക് മാത്രമേ അറിയാറുള്ളൂ, വേറെ ആർക്കും അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ CRT പ്രസ്സിലാണ് പ്രിന്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് സ്ഥാപനം CRTയിലാണ് പണ്ട് മുതൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന CRT പ്രസ്സിലാണ്. ഇതിലൊരു CRT പ്രസ്സുകാർ ചെയ്യുന്നത് പറഞ്ഞാൽ അവർ പ്രിന്റ് ചെയ്ത ശേഷം 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ ചോദ്യപേപ്പർ BRCയിൽ കൊണ്ട് ഏൽപ്പിക്കും. BRCയിൽ നിന്ന് പ്രിൻസിപ്പൽമാർ 3-4 ദിവസം മുമ്പേ എടുത്തുകൊണ്ട് പോകും. അതേസമയത്ത് SLC പരീക്ഷയുടെ ആണെങ്കിൽ ചോദ്യപേപ്പർ രഹസ്യ സെക്യൂരിറ്റി പ്രസ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഇവിടെ വന്ന് ട്രഷറിയിൽ സൂക്ഷിക്കും. പരീക്ഷ ദിവസം മാത്രമേ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി സെൻറ്റേഴ്സുകളിൽ എത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ അത് പൊട്ടിക്കും. അരമണിക്കൂർ മുമ്പ് മാത്രമേ പിടിക്കുകയുള്ളൂ. ഇത് നേരത്തെ തന്നെ കൊണ്ട് അവിടെ സ്കൂളിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ സ്കൂളിൻ്റെയൊക്കെ ഒരു സെക്യൂരിറ്റി നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു സെക്യൂരിറ്റി അറിയാം. 7, 8, 9, 10 ചോദ്യപേപ്പർ ഡയറ്റിൽ കൊണ്ടാണ് ഏൽപ്പിക്കുന്നത്. അതായത് ജില്ലാ ഡയറ്റിൽ കൊണ്ടാണ് ഏൽപ്പിക്കുന്നത്. ആ ഡയറ്റിൽ നിന്നാണ് ബന്ധപ്പെട്ട പ്രിൻസിപ്പാൾമാരൊന്ന് ചോദ്യം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ നോക്കിയപ്പോൾ പോലീസ് വളരെ ഗൗരവത്തോടുകൂടി അന്വേഷിക്കും കാര്യങ്ങൾ. അവരുടെ രീതിയിൽ തന്നെ അന്വേഷണം നടത്തും. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ രീതിയിൽ ഞാൻ കുറച്ച് വിവരങ്ങളുണ്ടല്ലോ, അന്വേഷണം നടത്തും. എന്തായാലും മാധ്യമങ്ങളെല്ലാം ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അത് സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ പബ്ലിക് പരീക്ഷയാണോ അല്ലെങ്കിൽ ടേം പരീക്ഷയാണോ എന്നുള്ളൊരു വ്യത്യാസം ഇല്ലാതെ തന്നെ
മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ അന്വേഷിക്കുന്ന ടീം പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററുകളിൽ നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കൂടി അന്വേഷണം നടത്തുന്നതാണ്. ചില വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില റൂറൽ ഏരിയയിലൊക്കെ തന്നെ സ്കൂള് ഉണ്ട്, സ്കൂളിൻ്റെ മുന്നിൽ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ടാവും. അപ്പോൾ സാറ് പാതി സമയം ട്യൂഷൻ സെൻ്ററിലും പാതി സമയം സ്കൂളിലുമാണ്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും നമുക്കത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിന് കഴിയില്ല. അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ പിന്നെ അത് ചെയ്യണം. മറ്റു കാര്യം, ഈ MS സൊല്യൂഷൻസ് എന്ന് പറയുന്ന കൊടുവള്ളിയിലെ യൂട്യൂബ് ചാനലിന് സകല മര്യാദയുടെ അതിരുകളും ലംഘിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസത്തിൻ്റെ, സാധാരണക്കാരൻ്റെ, പാവപ്പെട്ട കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അത് അവർക്ക് വ്യക്തിപരമായി ലഭിക്കേണ്ട ലാഭത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്നത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മാത്രം ഒരു കടമയും ഉത്തരവാദിത്വമല്ല, സമൂഹത്തിൻ്റെ ആകെ തന്നെ ഒരു കടമയും ഉത്തരവാദിത്വമാണ്. സമൂഹവും ഇക്കാര്യത്തിൽ ഇടപെടണമെന്നുള്ളതാണ് എനിക്ക് മന്ത്രി എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കുവാൻ ഉള്ളത്. അവർക്ക് കാണികളുടെ എണ്ണം വർദ്ധിച്ചല്ലോ, അതനുസരിച്ച് അവർക്ക് കാശും അവർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ, ലാഭവിഹിതം. അതെല്ലാം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതാണ്, അതിൻ്റെ വിശ്വാസത്തെ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തതാണെന്നുള്ള വിവരം അവർ മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെയും പൊതുസമൂഹത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അത് ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഉള്ളത്. എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ എല്ലാ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ കാര്യം എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പം ഈ കമ്മിറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെയാണ് ഈ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു നിർദ്ദേശം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശം SCRTയിൽ കൊടുത്ത് SCRT ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള നിർദ്ദേശം കൂടി വച്ച് ചർച്ച ചെയ്ത് അതിലിപ്പോൾ ഉടനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉടനെയും, ഷോർട്ട് ടൈം ആൻഡ് പിന്നെ ലോങ് ടൈം എന്നുള്ള നിലയിൽ നമുക്കത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, അതൊന്നും എനിക്കറിയില്ല. ഇല്ല, ഓഫീസൊക്കെ ഇപ്പം അടച്ചിട്ടിരിക്കുന്നതാണ് പറഞ്ഞത്, അടച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ഫോണിൽ സംസാരിച്ചു. അല്ല, അത് നമ്മളത് അതിൻ്റെ കാര്യങ്ങളിൽ അന്വേഷിച്ച ശേഷം പരാതി കൊടുത്തത്, രേഖാമൂലം പരാതി കൊടുത്തിട്ട് 1-2 ദിവസമേ ആയുള്ളൂ. അതിൻ്റെ കാര്യം കൊണ്ടാണ്. അതിലൊന്നും ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു, അതിലൊന്നും ഒരു ഉദാസീനതയും കാണിക്കില്ല, അതിലൊന്നും ഒരു ഉത്കണ്ഠപ്പെടേണ്ട കാര്യമേ ഇല്ല. റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു അധ്യാപകന്റെ DDയുടെ റിപ്പോർട്ടിനകത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് പേര് പറഞ്ഞ് MS സൊല്യൂഷൻ്റെ ചാർജുള്ള ഒരു ഓഫീസ്, പഴയ ഒരു അധ്യാപകനാണ്, ഈ വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകനാണ് എന്നുള്ള റെഫറൻസാണ് ഉള്ളത്.
അത് സേതുവാണ് പോലീസിന് നമ്മൾ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ഇല്ല ഇല്ല ഇല്ല. ഈ ഓണപരീക്ഷയുടെ സമയത്തും ചില ചോദ്യങ്ങൾ ചോർന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നു. അത് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ചിരുന്നു. അതിനെന്തെങ്കിലും റിപ്പോർട്ടുണ്ടോ? നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് വലിയൊരു പ്രശ്നമാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അത് മേലെ ആവർത്തിക്കാതിരിക്കുന്ന നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സ്വീകരിക്കുന്ന ഒരു നടപടി. ഇപ്പോൾ ഈ മാധ്യമങ്ങളും വിഷ്വൽ മീഡിയയും പ്രിൻ്റ് മീഡിയയും ഒക്കെ തന്നെ വളരെ ലൈവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇതും വളരെ ഗൗരവമായിട്ട് വന്നിട്ടുള്ളത്. അതും പരിശോധിച്ചിട്ട് മേലെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ള അധ്യാപകരുടെ പേര് മുഴുവൻ പറയാൻ പ്രയാസമായിരിക്കും. കുറേ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തലേദിവസമല്ല, പിന്നെ 2 ദിവസം മുമ്പേ തന്നെ പൊട്ടിച്ച രീതിയുണ്ട്. അല്ല, അതാണ് ഈ പ്രശ്നം. 4-5 ദിവസം മുമ്പ് തന്നെ സ്കൂളിലെത്തുകയാണ്. അതൊക്കെ ഇത് പരിശോധിക്കട്ടെ. നമ്മുടെ ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കൈകാര്യം ചെയ്യുന്നവർ ഇത് എന്താണ് കൈകാര്യം ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒരു ആത്മാർത്ഥമായ ചിന്തയില്ലെങ്കിൽ ഇതെല്ലാം പ്രശ്നത്തിലായി. അത് ഒരു അങ്ങനെയാണല്ലോ. നമ്മുടെ ഒരു പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ ഒരു ചോദ്യപേപ്പർ കിട്ടിയാൽ അതത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ രീതിയിലും ഉള്ള രഹസ്യസ്വഭാവം സംരക്ഷിക്കേണ്ടത് ആ പ്രിൻസിപ്പാളിൻ്റെ കടമയും ഉത്തരവാദിത്വമാണല്ലോ. ആ വിദ്യാലയത്തിൻ്റെ അധ്യാപന ഉത്തരവാദിത്വമാണല്ലോ. ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ച് ശമ്പളം വാങ്ങുന്ന ഒരു അധ്യാപകൻ ഒരു കാരണവശാലും അടുത്ത ട്യൂട്ടറി കോളേജിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള വിവരം അത് അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ചിന്തയിൽ കൂടെ എടുക്കേണ്ട തീരുമാനമാണല്ലോ. ഒരു നടപടി വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം നമ്മൾ ആ നടപടിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇത് ആദ്യം തുടങ്ങിയത് തന്നെ ഈ ടേം പരീക്ഷ നമ്മുടെ കുട്ടികളുടെ ഒരു ട്രെയിനിങ്, പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടാണല്ലോ അപ്പോൾ ഇത് ഗൗരവമുള്ള ഒരു പരീക്ഷയായി ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾ പരസ്യമായിട്ട് തന്നെ പോയിട്ട് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് പരിശോധന നമ്മുടെ ഭാഗത്ത് ഇല്ല, വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. അത് പരിശോധന നടത്തുന്നുണ്ട്. ഞാൻ പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് എടുത്തത്. 872 സ്കൂളുകളുടെ രജിസ്ട്രേഷൻ ആദ്യഘട്ടത്തിലെടുത്തു. അവർക്ക് നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങവിടെ സൂചിപ്പിച്ച പോലുള്ള എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് രേഖപ്പെടുത്തി തന്നാൽ, രഹസ്യമാറ്റത്തിന് ആരെങ്കിലും രേഖപ്പെടുത്തി തന്നാൽ പോലും നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ തവണ ചോർന്നപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടായിരുന്നുവെന്നും സർക്കാർ ആ നടപടികളിലേക്ക് പോകാതിരുന്നതാണെന്നും ഒരു ആരോപണമാണ്. എനിക്കറിയില്ല ആ ആരോപണത്തെ പറ്റി, എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിരുന്നോ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ? ഇല്ല. ഉണ്ടോ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ? ഇല്ല, അങ്ങനെ ഒരു റിപ്പോർട്ടൊന്നുമില്ല. ഇല്ല. കഴിഞ്ഞ ഓണപരീക്ഷ ചോർന്നുള്ള ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിദ്യാഭ്യാസ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുഹൃത്തെ, അല്ലല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. ഇത് എല്ലാ പരീക്ഷയിലും ഈ പറഞ്ഞല്ലോ ഈ കുറച്ച് ദിവസം ചില വിഷയങ്ങളിലൊക്കെ 1-2 പ്രശ്നങ്ങളൊക്കെ പരാതി വരാറുണ്ട്. നമ്മളതിനെ പെരുപ്പിച്ച് കാണിക്കാറില്ല. അതിൻ്റെ അത്യാവശ്യം ഒരു വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഒരു അന്വേഷണമൊക്കെ നടത്തി അങ്ങ് അവസാനിപ്പിക്കുകയാണ് പതിവ്. അങ്ങനെയല്ലേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അതും കൂടെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ കൂടെ മനസ്സിലാക്കിയിരിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും കുട്ടികളില്ലേ?
എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും പിന്നെ ഈ ഓൺലൈൻ പിന്നെ വ്യാപാരം നടത്തുന്ന അതിൽ നമ്മൾ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരാണ് രാജ്യത്താകെ തന്നെ ഉള്ളത്. കേരളത്തിൽ അത്രയാണ് ഉള്ളത്. പിന്നെ അവർക്ക് വേണ്ടി ഒരു ബില്ല് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജോലി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബില്ല് അടുത്ത നിയമസഭയിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിടത്തോളം കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ തുകയുടെ പ്രശ്നമുണ്ട്. അവർക്ക് ഒരു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല. ആരെങ്കിലും കടത്തണ്ണയിലാണ് കയറി നിൽക്കേണ്ടി വരുന്നത്. സമയത്ത് അവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി പറ്റില്ല. വർക്കിംഗ് അവേഴ്സ് ഇല്ല. അങ്ങനെ സകല തൊഴിൽ നിയമങ്ങളും ലംഘിക്കപ്പെടുകയാണ്. പക്ഷേ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഡിഗ്രിയും അതുപോലെ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗും ഒക്കെ തന്നെ പാസ്സായ കുട്ടികളാണ് ഒരു സ്കൂട്ടർ എടുത്തിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇതിന് വേണ്ടി അങ്ങനത്തെ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി ലേബർ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാം. ഓരോ ഘട്ടത്തിലും കാണാൻ നോക്ക്. ശരി, എല്ലാവർക്കും നന്ദി. ഇനിയിപ്പം നമുക്ക് കലോത്സവത്തിൽ ഇതേപോലെ 5-6 നടത്തേണ്ടി വരുമല്ലോ. എല്ലാം പിന്നെ ഇല്ല, അതൊന്നുമില്ല. ഇപ്പം പിന്നെ എന്താ പ്രശ്നം? ഇല്ല, അത് നമുക്ക് കേരളീയമൊക്കെ നടത്തിയല്ലേ അവിടെ. ഏറ്റവും നല്ല കണ്ണായ സ്ഥലമല്ലേ സെൻട്രൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഇവിടെ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല, സെക്യൂരിറ്റി റീസൺസ് കാരണം. എന്ന് മാത്രമല്ല, വലിയ ബസ്സിലെ സ്കൂൾ ബസ്സിൽ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയാൽ അത് കുറച്ച് ഇതിനേക്കാൾ വലിയ ട്രാഫിക് ആവും. ഇതാകുമ്പം അങ്ങനെ ഒരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നില്ല. നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് 2 സ്ഥലം ഒന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഈ ഓഫീസിൻ്റെയും അടുത്ത ഓഫീസിൻ്റെയും നടക്കൊരു സ്ഥലമുണ്ട്. ഇവിടെ നിങ്ങളെ പ്രസ് ക്ലബിൻ്റെ തൊട്ടിപ്പുറത്ത് പേ ആൻഡ് യൂസ് ആ സ്ഥലമുണ്ട്, അതെടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് ധാരാളം മതിയാവും. പിന്നെ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഡിജിയുടെ പറഞ്ഞ് സൗകര്യപ്രദമായ 10 സ്റ്റോൾ ഏതൊക്കെയാണ് നോക്കാൻ വേണ്ടി പറഞ്ഞ്. അതെ, OB ഇപ്പം പഴയതുപോലെ വലിയ ലോറിയൊന്നും ഇല്ലല്ലോ, ചെറിയ സാധനങ്ങളില്ലേ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. ശരി, എന്നാ നന്ദി.